തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടറുടെ നിയമന നടപടികൾ വിവാദത്തിൽ. സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏകപക്ഷീയമാണെന്ന് ഉയരുന്ന വിമർശനം. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. എന്താണ് രശ്മി, ക്യാൻസർ സെന്റർ ഡയറക്ടറുടെ നിയമന നടപടിയിലെ അപാകതകൾ? കൃഷ്ണരാജ്, ഈ RCC നിയമനവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറുടെ നിയമനമാണെങ്കിലും മറ്റു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഈ പരാതി നിൽക്കുന്നുണ്ട്. കാരണം സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവരുടെ തൽപര കക്ഷികളെ മാത്രം നിയമിക്കുന്നു, യോഗ്യതകൾ അട്ടിമറിച്ച് ഇത്തരത്തിൽ നിയമനം നടത്തുന്നു എന്നുള്ളത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ RCC ഡയറക്ടറുടെ നിയമനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ വലിയ വിവാദത്തിലാണ്. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു പരാതി ഡോക്ടർമാർ നൽകിയിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചു. ഇതിന്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഓങ്കോളജി വിഭാഗത്തിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റ് ക്യാൻസർ ചികിത്സ നടത്തുന്ന വിദഗ്ധരായിട്ടുള്ളവരെ ഒക്കെ തന്നെ ഒഴിവാക്കി ഓങ്കോളജി വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ അപാകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഒരു RCCയുടെ ഡയറക്ടർ ആകണം എങ്കിൽ 20 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് നിയമം. പക്ഷേ അത് മാറ്റി ഇപ്പോൾ 15 വർഷം ആക്കിയിരിക്കുന്നു. 15 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം മതി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രൊഫസർമാർക്ക് മാത്രമേ ഡയറക്ടറുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതും മാറ്റി പ്രൊഫസർമാർക്ക് പകരം അസിസ്റ്റന്റ് പ്രൊഫസർമാർ എല്ലാവരും പ്രൊഫസറാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ RCC ഡയറക്ടറുടെ നിയമനത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് വെറും 6 പേർ മാത്രമാണ്. ഈ 6 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളവർ മാത്രമാണ്. നേരത്തെ വളരെ നിലവാരമുള്ള മറ്റിടങ്ങളിൽ, അതായത് ദേശീയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിന്നടക്കം കഴിഞ്ഞ വർഷം നിരവധി പേർ അപേക്ഷിച്ചിരുന്നു. ഏതാണ്ട് 20-ലധികം ആളുകളാണ് ഈ ഒരു RCC ഡയറക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ യോഗ്യതകളിൽ ഉൾപ്പെടെ വെള്ളം ചേർത്തതുകൊണ്ട് ഇപ്പോൾ അപേക്ഷിച്ചവരുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞതൊരു 6 പേർ മാത്രം, അതും RCCയിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത്. ഇതും സർക്കാരിന്റെ ഈ യോഗ്യതകളിൽ ഉൾപ്പെടെ വെള്ളം ചേർത്തിരിക്കുന്നത് സർക്കാരിന്റെ തൽപര കക്ഷികളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ പ്രൊഫസർമാരാക്കുന്നതും 20 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നുള്ളത് 15 വർഷമാക്കിയതും ഒക്കെ തന്നെ ഈ യോഗ്യതകളിലെല്ലാം വെള്ളം ചേർത്തിരിക്കുന്നത് അവരുടെ തൽപര കക്ഷികളെ നിയമിക്കാനാണ് എന്നുള്ളതാണ് ഉയരുന്നൊരു ആക്ഷേപം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അത് പരിശോധിക്കണം. യോഗ്യതയില്ലാത്തവരെ നിയമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ പരാതി നൽകിയപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അക്കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു പരിശോധനയോ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഡയറക്ടർ നിയമനം നിലവിൽ വിവാദത്തിലായിരിക്കുകയാണ്. കൃഷ്ണരാജ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടറുടെ നിയമന നടപടികൾ വിവാദത്തിലാകുന്നു. സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏകപക്ഷീയമെന്നാണ് ഉയരുന്ന വിമർശനം. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല. രശ്മി, ആരോഗ്യമന്ത്രിയെ ഇക്കാര്യം നേരിട്ടറിയിക്കുന്നു. അതായത് സംസ്ഥാനത്തിനുള്ളിൽ ഒരു പരാതി എത്തേണ്ട അവസാന ഇടമാണ് ആരോഗ്യമന്ത്രിയുടേത്. അങ്ങനെ ഒരു പരാതി നേരിട്ടെത്തിയിട്ടും എന്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുന്നു? സർക്കാരിൻ്റെ ഏകപക്ഷീയ തീരുമാനമാണ് എന്നതിന് മറ്റൊരു തെളിവിനി വേണം. ഇത് ആരോഗ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടും യാതൊരു നടപടിയില്ല എന്നുള്ളത് ഇപ്പോൾ പരക്കെ ഉയരുന്നൊരു വിമർശനമാണ്. അത് മുൻപും പല സമയങ്ങളിൽ, ഇപ്പോൾ നിലവിലുള്ള RCC ഡയറക്ടറുടെ നിയമനം പോലും പലതവണ കാലാവധി തുടർച്ചയായി ഇത്തരത്തിൽ കൂട്ടി നൽകിക്കൊണ്ടിരിക്കുകയും അവരുടെ യോഗ്യതകൾ ഒക്കെ ഇവരെ നിയമിക്കുന്നതിന് വേണ്ടി ആ യോഗ്യതകളിലൊക്കെ തന്നെ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം അത് കുറെ കാലങ്ങളായി RCCയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടത് ആരോഗ്യവകുപ്പാണ്. പക്ഷേ അവരുടെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ ഈ യോഗ്യതകളിൽ ഉൾപ്പെടെ വെള്ളം ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരിന്റെ തൽപര കക്ഷികളെ നിയമിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടാനും സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത്. മറ്റ് പല മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ളവരാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ അവരെ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഓങ്കോളജി വിഭാഗത്തെ മാത്രം രൂപീകരിക്കുകയും അത് ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ഈ ഉത്തരവ് പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായും അത് ആരോഗ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ആ ഉത്തരവ് പുറത്തിറക്കുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ കുട പിടിച്ചിട്ടാണ് ഇത്തരത്തിൽ യോഗ്യതയിൽ വെള്ളം ചേർത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വ്യാപകമായൊരു വിമർശനം ആരോഗ്യവകുപ്പിനെതിരെ നിലവിൽ ഉയരുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ നടത്താതെ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമിക്കുന്നത്
വഴി അത് വലിയ രീതിയിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തും. കൃത്യമായ യോഗ്യത 20 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണമെന്നുള്ളത്, അതും പ്രൊഫസർമാരായിരിക്കണം എന്നുള്ളത്, ഈ പല മേഖലകളിലും വൈദഗ്ധ്യമുള്ളവരായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് തൽപര കക്ഷികൾക്ക് വേണ്ടി വെള്ളം ചേർത്ത യോഗ്യതകളിൽ മുഴുവൻ ഇളവ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അടക്കം നിരവധി പേർ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിരുന്നവരിൽ പലരും ഇപ്പോൾ ആരും അപേക്ഷിക്കാൻ തയ്യാറല്ല. കാരണം ഈ യോഗ്യതകളിൽ മാറ്റം വരുത്തിയ കാര്യമൊക്കെ തന്നെ അത് വെള്ളം ചേർത്തതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ അപേക്ഷിച്ചവരുടെ എണ്ണത്തിലും വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ തൽപര കക്ഷികളാണ് അപേക്ഷിച്ച 6 പേരും എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. അവരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ള ആക്ഷേപവും വളരെ ശക്തമായി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടറുടെ നിയമന നടപടികൾ വലിയ വിവാദത്തിലാണ്. സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏകപക്ഷീയമാണെന്ന ആക്ഷേപം ശക്തമാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.